നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഒരു ദിവസത്തിൻ്റെ പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗം നമ്മൾ ചിലവഴിക്കുന്നത് നമ്മുടെ വർക്ക് സ്പേസിലാണ് അല്ലേ. നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്താണ്. ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ അവിടുത്തെ എംപ്ലോയീസ് ആണെങ്കിലും ശരി, അവിടുത്തെ മാനേജേഴ്സ് ആണെങ്കിലും ശരി, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് ഒത്തിരി ഉണ്ടായിരിക്കുന്നത്, ഒത്തിരി സ്ട്രെസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ആ സ്ട്രെസ്, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾ എംപ്ലോയീസ് ആണെന്നുള്ളവരാണെന്നുണ്ടെങ്കിലും മാനേജേഴ്സ് ആണെന്നുള്ളവരാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും കാണാം കേട്ടോ. നമ്മൾ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന കുറച്ച് ഇഷ്യൂസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വെൽക്കം ടു ജസ്റ്റ്. ഏതൊരു ജോലി സ്ഥലത്ത് നിൽക്കുമ്പോഴും നമ്മൾ അവിടെ മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ മോട്ടിവേഷൻ കുറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മോട്ടിവേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, പിന്നെ ബോറടിക്കാൻ തുടങ്ങും. നമ്മുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങില്ല, പ്രൊഡക്റ്റീവ്നെസ് കുറയും. അതുപോലെ തന്നെ നമ്മൾ ജോലിയിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നതും കുറയും അല്ലേ. അതാണ് ഈ എംപ്ലോയീസ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ടിപ്പ് നമ്പർ 1. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ ജോലി സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ജോലി ചെയ്യാൻ തോന്നുന്നത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു മോട്ടിവേഷന്റെ പുറത്താണ്. അല്ല, ജോലി ചെയ്യാൻ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. ഈ മോട്ടിവേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ പ്രൊഡക്റ്റീവ്നെസ്സിന് അത് ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ എൻഗേജ്മെന്റിന് അത് ബാധിക്കും. നമ്മൾ പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ തുടങ്ങില്ല. അതുപോലെ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കില്ല അല്ലെ. ജോലിയിൽ നമുക്കൊരു ഉഷാറില്ലായ്മ ഫീൽ ചെയ്യും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലീവ് എടുക്കാൻ തുടങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് അല്ലെ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം. ഇത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, ഇത് മാനേജേഴ്സിനുള്ള ടിപ്പാണ് കേട്ടോ. എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് ടിപ്പ് നമ്പർ 1. അവർക്ക് ഈ മോട്ടിവേഷൻ കുറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ എൻകറേജ് ചെയ്യിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് അവർ എൻകറേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ അവരായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുക. അവർക്ക് എന്താണ് വേണ്ടത്, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിന് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ഇങ്ങനെ ആ ഫയൽ ശരിയല്ല, ഈ ഫയൽ ശരിയല്ല, അത് മാറ്റിക്കൊണ്ടുപോകുക, ഇത് മാറ്റിക്കൊണ്ടുപോകുക, അത് തിരുത്തണം, അത് ഇതെന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ്സ് മാത്രം പറയുന്നതിലുപരി അവർ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് സംസാരിക്കുക, അവർ അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഒന്നാമത് കുറച്ച് ആൾ കൂടി നിൽക്കുന്ന സമയത്ത് അവർ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് കുറച്ചും കൂടെ ഒരു എനർജി വരും അല്ലേ. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു മോട്ടിവേഷൻ വരും. ഇതുപോലെ അപ്രിസിയേഷൻ ഇനിയും കിട്ടുമല്ലോ പറഞ്ഞിട്ടെങ്കിലും അവർ ഇനിയും വർക്ക് ചെയ്യാൻ, കുറച്ചും കൂടെ ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇത്തരത്തിൽ മോട്ടിവേഷൻ കുറയുന്ന സമയത്ത്, അവർ ജോലിയിൽ എൻഗേജ്ഡ് ആവാത്ത സമയത്ത് നമുക്ക് കുറച്ചും കൂടെ എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുത്താനായിട്ട് നോക്കുക. അവരെ മോട്ടിവേറ്റഡ് ആക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അപ്രിഷ്യേറ്റ് ചെയ്യുക. ഓക്കെ. ഈ എംപ്ലോയീസിൻ്റെ ഇടയിൽ വരുന്ന കോൺഫ്ലിക്റ്റ് ആണ്. ഈ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അത് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ വളരെ കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഓപ്പൺ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സമയത്താണ് ഈ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും. എത്രയൊക്കെ ടീം ഉണ്ടാക്കിയാലും അതിനിടയിലൊക്കെ കയറി പ്രശ്നം ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തായാലും അതിന് പ്രൊഡക്റ്റീവ്നെസ്സിന് അത് ബാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലിയിലുള്ള ആ താല്പര്യത്തിന് അത് ബാധിക്കും അല്ലേ. അതാണ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന പ്രശ്നം. ആ സമയത്ത് നമ്മൾ മാനേജേഴ്സ് എന്ത് ചെയ്യണം, ടിപ്പ് നമ്പർ 1. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് നല്ലൊരു ട്രെയിനിങ് കൊടുക്കണം. ഈ ട്രെയിനിങ് കൊടുക്കാൻ മീൻസ് ഈ വർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള ട്രെയിനിങ് അല്ല, അത് അവർ ഒത്തിരി കണ്ടിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിൽ കോൺഫ്ലിക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ, ടീമിനിടയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എംപ്ലോയീസിനിടയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിൽ നിന്ന് നമ്മൾ സോൾവ് ആക്കി എടുക്കണം, എങ്ങനെ അതിൽ നിന്ന് നമുക്ക് മാന്യമായിട്ട് പെരുമാറാം, എങ്ങനെ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറിപ്പോരാൻ പറ്റണം, എങ്ങനെ നമുക്ക് ഡീസൻ്റ് ആയിട്ട് പെരുമാറാൻ പറ്റണം, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരു നല്ലൊരു ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു ടീം ബിൽഡ് ചെയ്തെടുക്കുക. ഇത്തരത്തിൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണല്ലോ. അപ്പോൾ നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പോസിറ്റീവ് മൈൻഡുള്ള നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫുൾ നെഗറ്റീവുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ അധികമായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ നല്ലൊരു ടീം ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ കുറയുന്നത് മൂലമാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എംപ്ലോയീസ് തമ്മിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി പോസിറ്റീവ്സിനെ കുറിച്ചിട്ടായാലും നെഗറ്റീവ്സിനെ കുറിച്ചിട്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് ഒരു ടീമിലൊക്കെ ഇരിക്കുമ്പോൾ ഫുൾ വഴക്കിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വർക്ക് ലൈഫ്
ഇൻബാലൻസ് ആണ്. ഇപ്പോൾ ഈ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഓഫീസിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ചെയ്യണം, ഇത്ര ടൈം പീരീഡിനുള്ളിൽ ഇത് ചെയ്യണം, അപ്പോഴേക്കും അടുത്ത വർക്ക് കൊടുക്കുക, അങ്ങനെ എല്ലാ കാര്യത്തിലും അവർക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ വളരെ കുറയുകയും ചെയ്യും, സ്ട്രെസ്സ് നന്നായിട്ട് കൂടുകയും ചെയ്യും. സ്ട്രെസ്സ് കൂടിയിട്ട് സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ്നെസ്സിനെ ബാധിക്കും. എന്ത് ചെയ്താലും ഈ എംപ്ലോയീസിനെ തമ്മിൽ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ പ്രൊഡക്റ്റീവ്നെസ്സിനെയാണ് ബാധിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ബാധിക്കാണ്ടിരിക്കണമെങ്കിൽ സ്ട്രെസ്സ് പരമാവധി കുറയ്ക്കണം. അപ്പോഴാണ് അവർക്ക് കുറച്ച് എൻകറേജ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ വർക്ക് സ്ഥലത്ത്. ഇപ്പോൾ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിരിക്കും ഉണ്ടാവുക. പേഴ്സണൽ ലൈഫ് മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി സെറ്റിൽ ആവാൻ പറ്റില്ല, കരിയർ ഡ്രോപ്പ് ആയി പോകും. ഇപ്പോൾ നമ്മൾ കരിയർ മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഫാമിലി ഉണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഒരിക്കലും വരുത്തരുത്. രണ്ടും ഈക്വലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. അത് നമ്മൾ മാനേജേഴ്സ് എപ്പോഴും അവരുടെ അടുത്ത് അന്വേഷിക്കണം, അവർ ഓക്കെ ആണോ അല്ലയോ, നിങ്ങൾക്ക് വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ, ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാനേജേഴ്സ് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരം വർക്കായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റൂ. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് കമ്പനിയിൽ ഡെയിലി ഉള്ള ഒരു റൂൾസിന് എന്തെങ്കിലും മാറ്റം വരിക, അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ പെട്ടെന്ന് എന്തെങ്കിലും മാറ്റം വരിക. അങ്ങനെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അത് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ വർക്ക് മാറ്റുക എന്ന് പറയുന്നത് പൊരുത്തപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് നമ്മൾ മാനേജേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇറിറ്റേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, എന്തോ ഒരു ഇടുങ്ങിയ പോലെ ഒരു ഫീലായിരിക്കും വർക്ക് ചെയ്യുന്നവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് മാറ്റണം എന്നുണ്ടെങ്കിൽ, എംപ്ലോയീസിനെ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ മാനേജേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഈ ചേഞ്ച് കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് നോക്കുക. അത് ഈ എംപ്ലോയീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചേഞ്ചും ആയിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഈ ചേഞ്ച് കൊണ്ടുവരുന്ന സമയത്ത്, അതിന് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാണ്ട് എംപ്ലോയീസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസിന്റെ തീരുമാനം അറിഞ്ഞുകൊണ്ടോ ഒരു തീരുമാനം എടുക്കാനായിട്ട് നോക്കുക. ഡിസ്കഷനിലെ എംപ്ലോയീസിനെയും കൂടെ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. അതുപോലെ തന്നെ അവരുമായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഈ ചേഞ്ചിനെ കുറിച്ചൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുക. അവരെ കംഫർട്ടബിൾ ആക്കാനായിട്ട് നോക്കുക. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ചേഞ്ച് കൊണ്ടുവരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എംപ്ലോയീസിന് ആ ചേഞ്ചിലൂടെ എന്ത് വാല്യൂ ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്ത് ഗുണമാണ് അതിലൂടെ കിട്ടുന്നത്, അവർ വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് എന്തെങ്കിലും ഉയർച്ച ഈ ഒരു മാറ്റത്തിലൂടെ കിട്ടുന്നുണ്ടോ, അങ്ങനെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ചേഞ്ചുമായിരിക്കണം. അത് ഈ എംപ്ലോയീസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ താൻ എന്തോ ചെയ്യും, ഞങ്ങൾ കമ്പനി ഇങ്ങനെ ചെയ്യുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എംപ്ലോയീസിനെ അത് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും. അപ്പോൾ അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഏർപ്പെടാനായിട്ട് നോക്കുക. അവരെ ആരെങ്കിലും ഉൾപ്പെടുത്തിയിട്ടും ആ ഒരു ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, കംഫർട്ടബിൾ ആക്കുക. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് പൊരുത്തപ്പെടും. അവർക്കും കൂടെ ഗുണകരമായിട്ടുള്ള ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ അവർ പൊരുത്തപ്പെടാനായിട്ട് നോക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് കുറച്ചും കൂടെ കമ്പനി വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം എംപ്ലോയീസിൻ്റെ ഇടയിൽ വരും. അതുപോലെ അവർ കുറച്ചും കൂടെ അവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അവർ സ്ട്രെസ്സ് കുറയും, കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും, കുറച്ചും കൂടെ മോട്ടിവേഷൻ അവർക്ക് കിട്ടും, എൻഗേജ്ഡ് ആയിട്ട് എൻകറേജ്മെന്റ് അവർക്ക് ഉണ്ടായിരിക്കും, എൻഗേജ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് മാത്രമേ ഉള്ളൂ അവർക്ക്. മന്ത്ലി കിട്ടുന്ന ആ ഒരു സാലറി ഉണ്ട്, ആ ഒരു സ്ട്രെസ്സും ഉണ്ട്, അവർക്ക് വേറെ ഒന്നുമില്ല. വർക്ക് ലൈഫ് ഇൻബാലൻസ് ആണ് ഫുള്ള്, പേഴ്സണൽ ലൈഫ് നോക്കാൻ പറ്റുന്നില്ല, ഈ സ്ട്രെസ് കൊണ്ട് വീട്ടിൽ പോയിട്ട് വഴക്കിടാണ്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കമ്പനിയായിട്ട് വെറുക്കാൻ തുടങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നതിനെ അത് ബാധിക്കാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ മാനേജേഴ്സ് ആയാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, കമ്പനി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പകുതി ഭാഗവും, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ പകുതി ഭാഗവും ഏറ്റവും കൂടുതൽ സമയം ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും. ആ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ സെറ്റ് ആവേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവരുമായിട്ട് കംഫർട്ടബിൾ ആവേണ്ടത്, അവർക്ക് എൻജോയ് ചെയ്ത് എൻ്റർടൈൻ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആവണം. അപ്പോഴാണ് അത് പ്രൊഡക്റ്റ് എന്താണോ അതിനെയും നല്ല രീതിക്ക് ബാധിക്കത്തുള്ളൂ, ആ റിസൾട്ട് പോസിറ്റീവായിട്ട് വരത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ അമ്മമാർ പറയും, കുട്ടികളുടെ പകുതി സമയം
അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ 3/4 ചിലവഴിക്കുന്ന സ്കൂളിലാണ്, അവരൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിന്റെയും കൂടെ മിസ്റ്റേക്ക് ആണെന്ന് പറയും. അതുപോലെ തന്നെയാണ് ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന കാര്യം. അവർ വർക്ക് ചെയ്യുന്നത് അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയുന്നത് കമ്പനി അല്ലെങ്കിൽ അവിടുത്തെ മാനേജേഴ്സിനെ ആയിരിക്കും എല്ലാവരും അല്ലേ. അപ്പോൾ നിങ്ങളും കുറച്ച് ശ്രദ്ധിക്കുക, എംപ്ലോയീസും കുറച്ച് ശ്രദ്ധിക്കണം, മാനേജേഴ്സും കുറച്ച് ശ്രദ്ധിക്കണം അല്ലേ. മൊത്തത്തിൽ ശ്രദ്ധിച്ചാലാണ് ഒരു ബാലൻസോട് കൂടിയിട്ട് വർക്ക് മുന്നോട്ട് നയിക്കാനും ജീവിതം മുന്നോട്ട് നയിക്കാനും ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നല്ലതാണോ എന്നുള്ളതും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യുക. എൻ്റെ വർക്ക് സ്പേസിൽ എംപ്ലോയീസ് ഓക്കെയാണോ, അവരുടെ വർക്ക് സ്പേസ് ഓക്കെയാണോ, അവരുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഓക്കെയാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം നല്ല സ്ഥലമാണോ, എനിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഞാൻ ഹാപ്പി ആണോ എന്നുള്ളത് ചിന്തിക്കുക കേട്ടോ.